ഇ എന്താണ് ഇഡിയുടെ അധികാര പരിധി? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, അതായത് ഇന്ത്യയിലെ ആഭ്യന്തര നിയമനിർവഹണ ഏജൻസിയാണ് ഇഡിയുടെ അധികാര പരിധി വളരെ വലുതാണ്. ഇന്ത്യയിലെ ഒരു ആഭ്യന്തര നിയമനിർവഹണ സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസി കൂടിയാണ് ഇ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഇഡിയുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ് എന്നതാണ്. അതിലേക്ക് ആദ്യം വരുമ്പോൾ പറയേണ്ടത് ഫെമ, PMLA എന്നിവയെ പറ്റിയാണ്. ഫെമയിലേക്ക് വരുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഇത് വരുന്നത് 1999. PMLAയിലേക്ക് വരുമ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഇത് വരുന്നത് 2002. ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ടത് ഇഡിയുടെ അധികാര പരിധി എന്താണ്. ഈ പറഞ്ഞ രണ്ട് ഫെമ, PMLA എന്നിവയാണ് ഇഡിയുടെ അന്വേഷണ പരിധി. അതായത് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഇത്തരം കേസുകളാണ്. ഈ ഇഡിക്ക് മുന്നിൽ എത്തുന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കോടികളുടെ കേസുകളൊക്കെ ഇവരുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയ കേസുകൾ വരുമ്പോൾ അഴിമതിയുടെ സാധ്യതയും കൂടുതലാണ്. അതായത് ഇവരുടെ അധികാരങ്ങൾ വളരെ വലുതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. വിപുലമായ അന്വേഷണ സാധ്യത ഇഡിക്കുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സുപ്രീം കോടതി ഇഡിക്ക് വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവർക്ക് കേസെടുത്ത് ആരെയും വിളിച്ചു വരുത്താം. കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ആരെ വേണമെങ്കിലും ഇഡിക്ക് വിളിച്ചു വരുത്താം. ഇത് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതിലൂടെ ഒരുപാട് പേർ പ്രതിസന്ധിയിലാകുകയും ചെയ്യും. ഇനി എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ECIR എന്നതിനെ പറ്റിയാണ്. അതായത് ഇഡിക്ക് ECIR കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിടേണ്ട, ഇതിവർക്ക് രഹസ്യമാക്കി വെക്കാം. അതായത് ഇപ്പോൾ പോലീസിന്റെ FIR പോലെ ഇഡിക്ക് ECIR ആണ്. അപ്പോൾ ഇഡിക്ക് ഇത് രഹസ്യമായി ഫയലുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇഡി കേസിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരിക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടാൽ ജാമ്യത്തിന് കർശന ഉപാധികളുണ്ട്. കോടതികൾക്ക് നിയമപരമായ പരിമിതികളുണ്ട്. വിചാരണ അനന്തമായി നീണ്ടുപോകുകയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ ഇത് രണ്ടും സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇഡിക്ക് നമ്മുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഇഡിയുടെ പരിധിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാനായി സാധിക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇഡി കേസിൽ പെട്ടുകഴിഞ്ഞാൽ അതിലൂടെ രക്ഷപ്പെടുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരിക്കും.